നടന്ന് പെണ്ണ് കെട്ടുന്നുള്ളവരുണ്ട്. 3-4 കെട്ടും. 4 പെണ്ണ് കെട്ടാൻ കുഴപ്പമൊന്നുമില്ല, എത്ര വേണമെങ്കിലും കെട്ടിക്കോ. പക്ഷെ പെണ്ണുങ്ങളോടുള്ള ബാധ്യത പാലിക്കണം. ചില ഭർത്താക്കന്മാര് ചെലവിന് പോലും കൊടുക്കത്തില്ല. അള്ളാഹു കാത്തിരക്ഷിക്കുമാറാകട്ടെ. ആമീൻ പറ. അള്ളാഹു കാത്തിരക്ഷിക്കുമാറാകട്ടെ. ഭർത്താക്കന്മാര് ചെലവിന് കൊടുക്കണം ഭാര്യയ്ക്ക്. ചിലര് പള്ളി അറിഞ്ഞ് ഒന്നിനെ കെട്ടും, നാട്ടുകാരറിഞ്ഞ് കുടുംബക്കാരറിഞ്ഞ് ഒന്ന് കെട്ടും, പോയിട്ട് വേറെ എവിടെങ്കിലും പോയി ഒളിച്ചൊന്നിനെ കൂടെ കെട്ടും. എന്നിട്ട് വാടക വീട്. എന്താ വാപ്പ, ചിന്ന വീടാ? അങ്ങനെ പാടില്ലല്ലോ. എടോ, നിനക്ക് 2 ഭാര്യമാരുണ്ടെങ്കിൽ 2 പേരെയും വേർതിരിവില്ലാതെ കാണണം. എന്തിനാ ഒളിച്ചും പാത്തും കെട്ടുന്ന? ഓളോട് പോയി പറ. നിനക്ക് പെണ്ണ് കെട്ടണമെങ്കിൽ ഭാര്യ എടുത്ത് പോയി പറ, എനിക്ക് ഒന്നുകൂടെ കെട്ടണോ. എന്തിനാ ഒളിച്ചും പാത്തും? എന്തിനാ വാപ്പ? എന്നിട്ട് ആഴ്ചയിൽ 2 ദിവസം കാണാൻ പോകും, ബാക്കി ദിവസം വാടക വീട്ടിൽ കിടന്നോണം, തിന്നാൻ കൊടുക്കും. അല്ലാഹു അഅലം. ചിലത് പിന്നെ തിന്നാനും കൊടുക്കത്തില്ല. അല്ലാഹു കാത്തിരക്ഷിക്കുമാറാകട്ടെ. ചുമ്മാതല്ല പെണ്ണുങ്ങൾ മോട്ടിക്കുന്നത്, അടിച്ചു മാറ്റുന്നത്. ഭർത്താവിന്